അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വിധികർത്താക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സെനിത് 2K26ന്റെ പ്രൗഢമായ വേദിയിലാണല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ ഞാൻ ഒരു കൊച്ചു കഥ പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾക്കെല്ലാവർക്കും അലിയാർ തങ്ങളെ അറിയില്ലേ? അലി എന്ന് കേട്ടാൽ ഒരു പുലിയെയാണല്ലോ ഓർമ്മ വരുന്നത്. അലിയാർ തങ്ങൾ ഒരു ദിവസം ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു പൂത്തു പോലത്തെ സാധനം അലിയാർ തങ്ങൾ തല ഉയർത്തി നോക്കി. ഭയപ്പെടുത്തുന്ന മുഖം, ഭയപ്പെടുത്തുന്ന ശരീരം, അതാ മക്കയിലെ വില്ലാളി വീരൻ അബ്ദുൽ ഖുദ്ദൂസ്. പക്ഷേ അലിയാർ തങ്ങൾ ഭയന്നില്ല കേട്ടോ. അപ്പോൾ അലിയാർ തങ്ങളെ അബ്ദുൽ ഖുദ്ദൂസ് തള്ളിയിട്ടു. അലിക്കുട്ടി വീണു, കാൽമുട്ട് പൊട്ടി. പക്ഷേ പ്രായത്തെ മാനിച്ചുകൊണ്ട് അലിയാർ തങ്ങൾ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതാ അബ്ദുൽ ഖുദ്ദൂസിന്റെ കൈ വാളിലോങ്ങി. അലിയാർ തങ്ങൾ നേരെ വീശി. അലിയാർ തങ്ങൾ കയ്യിലുണ്ടായിരുന്ന കമ്പ് കൊണ്ട് തടുത്തു. വീണ്ടും വീശി. കയ്യിലുണ്ടായിരുന്ന കമ്പ് കൊണ്ട് വീണ്ടും തടുത്തു. വീണ്ടും വീശി. അലിയാർ തങ്ങൾ ഒഴിഞ്ഞു മാറി. അപ്പോൾ അലിയാർ തങ്ങൾ ചിന്തിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അലിയാർ തങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നുപോയി. അപ്പോഴതാ ഒരാർപ്പ് വിളിയോടെ മക്കയിലെ വില്ലാളി വീരൻ അബ്ദുൽ ഖുദ്ദൂസ് ഒരു വിളയത്തിൽ കുടുങ്ങി കിടക്കുന്നു. ആ ആർപ്പ് വിളി ചില മക്കാ മുശ്രിക്കീങ്ങൾ കേൾക്കുകയുണ്ടായി. അവർ അങ്ങനെ ഓടി 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 അബ്ദുൽ ഖുദ്ദൂസിന്റെ അടുക്കലെത്തി. അവർ പല ശ്രമ അത് അഴിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് അവരെ കൊണ്ടൊന്നും അഴിക്കാനേ കഴിഞ്ഞില്ല. അവർ അങ്ങനെ അലിയാർ തങ്ങളുടെ ഉസ്താദിന്റെ അടുക്കൽ ചെന്നു. അലിയാർ തങ്ങളുടെ ഉസ്താദിനോട് പറഞ്ഞു. അലിയാർ തങ്ങളുടെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് അലിയാർ അല്ലാതെ മറ്റാരെ കൊണ്ടും അഴിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ അലിയാർ തങ്ങളുടെ അടുക്കൽ ചെന്നു. അലിയാർ തങ്ങളോട് പറഞ്ഞു. അപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അബ്ദുൽ ഖുദ്ദൂസ് ഇനി ഒരിക്കലും എന്നെ ആക്രമിക്കില്ല എന്ന് വാക്ക് തന്നാൽ ഞാൻ അത് അയച്ചു തരാം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആ വിളയത്തിനോട് അടുത്തെത്തി. ആ വിളയം അഴിച്ചു കൊടുക്കുമോ എന്ന് മക്കാ മുശ്രിക്കീങ്ങൾ ചോദിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ഉപദ്രവിക്കുമോ ചോദിച്ചു. അബ്ദുൽ ഖുദ്ദൂസ് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആ വിളയം അഴിച്ചു കൊടുത്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൊച്ചു കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.